നമസ്കാരം. ബേസ് അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സുകളിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് അരവിന്ദ്. കേരളത്തിൽ മത്സര പരീക്ഷകളിൽ എല്ലാ പരീക്ഷകളിലും പ്രിലിമിനറി എക്സാമുകൾ, മെയിൻ എക്സാമുകൾ എല്ലാ പരീക്ഷകളിലും സ്ഥിരമായി ചോദ്യങ്ങൾ വരാറുള്ള ഒരു ജോഗ്രഫിയുടെ ഭാഗമാണ് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ എന്നുള്ളത്. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ കേരള സർക്കാരിന്റെ കണക്ക് പ്രകാരമുള്ള PSC സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില പക്ഷി സങ്കേതങ്ങളും അതിനു പുറമെ പക്ഷികൾക്ക് പ്രാധാന്യമുള്ള, പക്ഷികളുടെ ആവാസ മേഖലയായിട്ടുള്ള, പക്ഷികളുടെ ദേശാടനത്തിന് പ്രാധാന്യമുള്ള ചില സ്ഥലങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തി ഈ ഭാഗത്ത് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഭാഗത്ത് നിന്നും PSC ചോദിച്ചിട്ടുള്ള ചില കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. പൊതുവെ പക്ഷികളെ കുറിച്ചുള്ള പഠനം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പക്ഷികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെ? ഓർണിത്തോളജി. പക്ഷികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓർണിത്തോളജി എന്നാണ്. ഓർണിത്തോളജി. എന്നാൽ പക്ഷിക്കൂടിനെ കുറിച്ചുള്ള പഠനം, പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കാലിയോളജി എന്നാണ്. പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം കാലിയോളജി. പക്ഷി മുട്ടയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓളജി എന്നാണ്. പക്ഷിമുട്ടയെ കുറിച്ചുള്ള പഠനമാണ് ഓളജി. അത് ഓർത്തു വയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഇതിലെല്ലാം പക്ഷിമുട്ടയാണ് എന്നുള്ളത് ഓർത്താൽ മതി. പക്ഷിമുട്ടയെ കുറിച്ചുള്ള പഠനം ഓളജി. അപ്പൊ പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി, പക്ഷിക്കൂടിനെ കുറിച്ചുള്ള പഠനം കാലിയോളജി, പക്ഷിമുട്ടയെ കുറിച്ചുള്ള പഠനം ഓളജിയാണ്. ഓർണിത്തോളജിയുടെ പിതാവ്, ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് ആരാണെന്ന് എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അത് A.O. ഹ്യൂം ആണ്. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് A. ഹ്യൂം ആണ്. ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ പല ഭാഗത്തും കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ചരിത്ര ഭാഗത്ത്. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്നാണ്. INC-യുടെ സ്ഥാപക സെക്രട്ടറി, ആ ഒരു ചോദ്യം നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. INC-യുടെ സ്ഥാപക സെക്രട്ടറിയാണ് A. ഹ്യൂം. A.O. ഹ്യൂം ആണ് ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. A.O. ഹ്യൂമിന്റെ ഒരു പുസ്തകം എപ്പോഴും PSC ചോദിക്കാറുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് ഓൾഡ് മാൻ ആൻഡ് ഹോബ്സ്. ഇതാണ് പുസ്തകം, ഓർത്തു വയ്ക്കുക. A.O. ഹ്യൂം രചിച്ച പുസ്തകത്തിന്റെ പേരാണ് ഓൾഡ് മാൻ ആൻഡ് ഹോബ്സ്. ഇനി നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. കേരളത്തിൽ പ്രധാനമായും 6 പക്ഷി സങ്കേതങ്ങളാണുള്ളത്. കേരളത്തിൽ ഔദ്യോഗികമായി പക്ഷി സങ്കേതങ്ങളുടെ കണക്കിൽ 6 എണ്ണമാണുള്ളത്. അതിലേതൊക്കെയാണ് PSC-യുടെ എപ്പോഴും ചോദിക്കാറുള്ള ആ 6 പക്ഷി സങ്കേതങ്ങൾ നോക്കാം. അതിലൊന്ന് തട്ടേക്കാടാണ് കേരളത്തിലെ ഒരു പക്ഷി സങ്കേതം. മറ്റൊരു പക്ഷി സങ്കേതം മംഗളവനം. മൂന്നാമത്തെ ഒരു പക്ഷി സങ്കേതമാണ് ശൂലന്നൂരാണ് മൂന്നാമത്തെ ഒരു പക്ഷി സങ്കേതം. നാലാമത്തേത് കടലുണ്ടി പക്ഷി സങ്കേതം. അഞ്ചാമത്തേത് കുമരകം പക്ഷി സങ്കേതം. ആറാമത്തേത് അരിപ്പ പക്ഷി സങ്കേതം. അപ്പൊ കേരളത്തിലെ 6 പക്ഷി സങ്കേതങ്ങൾ തട്ടേക്കാട്, മംഗളവനം, ശൂലന്നൂര്, കടലുണ്ടി, കുമരകം, അരിപ്പ. ഇതാണ് 6 പേരുകൾ. ഈ 6 പേരുകൾക്ക് പുറമെ ഇത് ഓരോന്നും ഏത് ജില്ലയിലാണ് എന്നുകൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും ജില്ലകൾ കൂടി പഠിക്കാം. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ല. മംഗളവനവും സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ശൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് എപ്പോഴും PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ല. കടലുണ്ടി പക്ഷി സങ്കേതം പലപ്പോഴും ചോദിക്കുമ്പോൾ എല്ലാവരും കോഴിക്കോട് എന്ന് എഴുതാറുണ്ട്. കോഴിക്കോടല്ല, അതിന് ശരിയായിട്ടുള്ള ഉത്തരം മലപ്പുറം ജില്ലയാണ്. കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലും അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലുമാണ്. ശരിക്കും അരിപ്പ എന്ന് പറയുന്ന പ്രദേശം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ അരിപ്പ ഭൂസമരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. അത് കൊല്ലം, തിരുവനന്തപുരം ജില്ലകൾ പങ്കിടുന്ന ഒരു പ്രദേശമാണെങ്കിലും അരിപ്പ പക്ഷി സങ്കേതം
എന്ന നിലയിൽ PSC ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം വരുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോൾ ഇതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 6 പക്ഷി സങ്കേതങ്ങൾ. തട്ടേക്കാട് എറണാകുളം, മംഗളവനം എറണാകുളം, ചൂലന്നൂർ പാലക്കാട്, കടലുണ്ടി മലപ്പുറം ജില്ല, കുമരകം കോട്ടയം ജില്ല, അരിപ്പ തിരുവനന്തപുരം ജില്ല. ഈ 6 പക്ഷി സങ്കേതങ്ങൾക്ക് പുറമെ പക്ഷികൾക്ക് പ്രാധാന്യമുള്ള ചില പ്രദേശങ്ങൾ കൂടിയുണ്ട്. അതും കൂടെ ചേർത്ത് വേണം നമുക്ക് ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് കേരളത്തിലെ ഓരോ പക്ഷി സങ്കേതങ്ങളായി എന്തൊക്കെയാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഈ പക്ഷി സങ്കേതങ്ങളിൽ ആദ്യത്തെ പക്ഷി സങ്കേതത്തിലേക്ക് വരാം. ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. നമ്മൾ പറഞ്ഞ പോലെ സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഈ ലിസ്റ്റിൽ നമ്മൾ ആദ്യം ഉൾപ്പെടുത്തിയ പേരാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. അത് വേറൊന്നുമല്ല, ഓർത്തിരിക്കാൻ, മറ്റൊരു കാര്യം ഓർത്തിരിക്കാനുള്ള എളുപ്പ മാർഗത്തിന് വേണ്ടിയാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. അതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ആദ്യത്തേത് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതവും തട്ടേക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതവും തട്ടേക്കാടാണ്. വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും എല്ലാം ഏറ്റവും വലുത് ചെറുത് എന്ന നിലയിലെല്ലാം ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ പക്ഷി സങ്കേതത്തിന്റെ ഭാഗത്ത് ഓർത്തിരിക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാടാണ്. അതിന്റെ വിസ്തീർണം കൂടിയൊന്ന് ഓർത്തു വെച്ചിരിക്കുക. 25 ചതുരശ്ര കിലോമീറ്റർ. 25 ചതുരശ്ര കിലോമീറ്റർ ആണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ വിസ്തീർണം. ഈ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചതുരശ്ര കിലോമീറ്റർ എന്നായിരിക്കും, അല്ലെങ്കിൽ അതിന് പകരം ഒന്നുകിൽ കിലോമീറ്റർ സ്ക്വയർ എന്നോ അല്ലെങ്കിൽ സ്ക്വയർ കിലോമീറ്റർ എന്നോ യൂണിറ്റ് ഓപ്ഷനിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നമുക്ക് സംഖ്യ നമുക്ക് അറിയാവുന്നതായിരിക്കാം. ചിലപ്പോൾ ഈ യൂണിറ്റ് മാറ്റി തരുന്നത് കൊണ്ട് പല ആളുകളും അത് ഉത്തരം എഴുതാതെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓർത്തിരിക്കുക, 25 ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ 25 കിലോമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ കിലോമീറ്റർ എന്ന് യൂണിറ്റ് തന്നേക്കാം. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ്, അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം, തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥാപിക്കപ്പെട്ടത് 1983-ലാണ്. 83-ലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വരുന്നത്. ഈ വർഷവും നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇത് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് പരിചയമുള്ളൊരു വർഷമായിരിക്കും. കാരണം ഇന്ത്യക്ക് ക്രിക്കറ്റിൽ ആദ്യമായിട്ട് വേൾഡ് കപ്പ് കിട്ടിയ വർഷമാണ് 1983 എന്ന് പറയുന്നത്. മലയാളത്തിൽ ആ പേരിലൊരു സിനിമയുണ്ട്. അപ്പൊ തട്ടേക്കാട് പക്ഷി സങ്കേതം 1983 നിലവിൽ വന്നു. ഈ പ്രദേശം, എറണാകുളം ജില്ലയിലെ ഈ പ്രദേശത്തിന്റെ പക്ഷികളൊക്കെ വന്ന് പക്ഷികൾക്ക് പ്രാധാന്യമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഈ പ്രദേശം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇതൊരു പക്ഷി സങ്കേതമാക്കി മാറ്റി സംരക്ഷിക്കാൻ ശുപാർശ ചെയ്തത് ആര് എന്ന് ചോദിക്കാം. തട്ടേക്കാട് പക്ഷി സങ്കേതം ഒരു സംരക്ഷിത പ്രദേശമാക്കി മാറ്റി സംരക്ഷിക്കാൻ ശുപാർശ ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ സലീം അലിയാണ്. ഡോക്ടർ സലീം അലി. ഡോക്ടർ സലീം അലിയുടെ പേരൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പൊ ഡോക്ടർ സലീം അലിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലെ ഒരു പക്ഷി സങ്കേതമായിട്ട് തട്ടേക്കാട് നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം തട്ടേക്കാടാണ്. കേരളത്തിൽ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? അത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. 1983 നിലവിൽ വന്നു. കേരളത്തിലെ സലീം അലിയുടെ പേരിലുള്ള പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. സലീം അലിയുമായി കണക്ട് ചെയ്തുകൊണ്ട് ചില ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു ചോദ്യം, ഇന്ത്യയിൽ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് എന്നാണ്. ഇന്ത്യയിൽ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇവിടെ. ഇന്ത്യയിൽ സലീം അലിയുടെ പക്ഷി സങ്കേതം പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗോവ. ഗോവയിലാണ് ഇന്ത്യയിൽ സലീം അലിയുടെ പേരിൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഗോവ. ഓർത്തിരിക്കുക, ഇന്ത്യയിൽ സലീം അലിയുടെ പേരിൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്. അതുപോലെ ഇന്ത്യയിൽ സലീം അലിയുടെ പേരിൽ സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എന്നൊരു സ്ഥാപനമുണ്ട്. സലീം അലിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരിലാണ്. കോയമ്പത്തൂർ തമിഴ്നാട്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് സലീം അലിയുടെ പേരിലുള്ള സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. സലീം അലിയുടെ പേരിലുള്ള ദേശീയ ഉദ്യാനം സലീം അലിയുടെ പേരിലുള്ള ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ്. സലീം അലിയുടെ പേരിലുള്ള ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീനഗർ ആണെന്ന് ഓർത്തിരിക്കുക.
ശ്രദ്ധിക്കൂ, 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, സലീം അലിയുടെ പേരിലുള്ള ഇന്ത്യയിലെ പക്ഷി സങ്കേതം ഗോവ. സലീം അലി ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സെന്റർ സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരാണ്. സലീം അലിയുടെ പേരിലുള്ള ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ്. ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, സലീം അലിയുടെ പേരിലുള്ള തടാകം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇത് PSC സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്, കുറച്ച് ഇൻസ്റ്റന്റ് ചോദ്യങ്ങളാണ്. ശ്രദ്ധിക്കുക, സലീം അലിയുടെ പേരിലുള്ള കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. വീണ്ടും, സലീം അലി ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് മനസ്സിലായിരിക്കണം. സലീം അലി ആരാ? സലീം അലി ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പക്ഷി നിരീക്ഷകനാണ്. സലീം അലി ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പക്ഷി നിരീക്ഷകൻ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സലീം അലിയെ എങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നു? സലീം അലി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സലീം അലി വിശേഷിപ്പിക്കപ്പെടുന്നത് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സലീം അലിയാണ്. ഓർത്തിരിക്കുക, ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സലീം അലിയാണ്. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പക്ഷി നിരീക്ഷകനാണ് സലീം അലി. അദ്ദേഹം ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നു, ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ ജന്മദിനം, സലീം അലിയുടെ ജന്മദിനം നവംബർ 12-നാണ്. സലീം അലിയുടെ ജന്മദിനം നവംബർ 12 വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് പക്ഷികളെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അപ്പൊ നമുക്ക് കുട്ടികളുമായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ദിവസം നമുക്ക് അറിയാവുന്നത് നവംബർ 14-ആണ്. നവംബർ 14 ശിശുദിനമാണെന്ന് എല്ലാവർക്കും അറിയാം. ശിശുദിനത്തിന് പുറമെ നവംബർ 14-ന്റെ പ്രത്യേകത PSC പരീക്ഷകൾ ഒരുപാട് വന്നിട്ടുമുണ്ട്. നവംബർ 14-ന്റെ മറ്റൊരു പ്രത്യേകത ലോക പ്രമേഹ ദിനം. ശിശുദിനം എന്നുള്ളതിന് പുറമെ ലോക പ്രമേഹ ദിനം കൂടിയാണ്. ലോക പ്രമേഹ ദിനമാണ് നവംബർ 14. അതായത് ഈ ശിശുദിനമൊക്കെ ആകുമ്പോൾ പൊതുവെ നമ്മുടെ സ്കൂളുകളിലൊക്കെ റാലി ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ റാലി കഴിഞ്ഞിട്ട് വരുമ്പോൾ പിള്ളേർക്ക് മിഠായി കൊടുക്കുന്ന ഓർത്താൽ മതി. അപ്പൊ പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ 14 തന്നെയാണ്. ആ നവംബർ 14-ന്റെ 2 ദിവസം മുമ്പ് നവംബർ 12-ആണ് ഡോക്ടർ സലീം അലിയുടെ ജന്മദിനം. ഈ ദിവസം ഇന്ത്യയിൽ എങ്ങനെ ആചരിക്കുന്നു? ഈ ദിവസം ഇന്ത്യയിൽ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ്. അത് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ചോദ്യമാണ്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഡോക്ടർ സലീം അലിയുടേതാണ്. അദ്ദേഹം ജനിച്ചത് നവംബർ 12-നാണ്. ആ ദിവസം ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. സലീം അലി എങ്ങനെ അറിയപ്പെടുന്നത്? സലീം അലി അറിയപ്പെടുന്നത് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. ശ്രദ്ധിക്കുക, നമ്മൾ AU ഹ്യൂമിന്റെ ബുക്ക് പഠിച്ചതുപോലെ, AU ഹ്യൂമിന്റെ ബുക്ക് ആയിരുന്നല്ലോ ഓൾഡ് മാൻ ആൻഡ് ഹോബ്സ്. സ്ഥിരമായി PSC കൊറോണയ്ക്ക് മുമ്പ് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നുകൊണ്ടിരുന്ന ഒരു ചോദ്യമായിരുന്നു. അതുപോലെ നമുക്കിവിടെ സലീം അലിയുമായിട്ട് ചേർത്ത് വെച്ച് അദ്ദേഹത്തിന്റെ കുറച്ച് പുസ്തകങ്ങളുടെ പേര് ഓർക്കണം. സലീം അലിയുടെ ആത്മകഥയായി പരാമർശിക്കപ്പെടുന്ന പുസ്തകം ഏത്? സലീം അലിയുടെ ആത്മകഥയായി പറയുന്ന പുസ്തകം ഏത്? അതിന്റെ പേരാണ് ഒരു കുരുവിയുടെ പതനം. ഓർത്തിരിക്കുക, സലീം അലിയുടെ ആത്മകഥയായി പരാമർശിക്കപ്പെടുന്ന പുസ്തകമാണ് ഒരു കുരുവിയുടെ പതനം. ഓക്കെ, ഇദ്ദേഹത്തിന്റെ മറ്റ് പുസ്തകങ്ങളാണ്. ഒന്ന് ബേർഡ്സ് ഓഫ് ഇന്ത്യ. സലീം അലി എഴുതിയ മറ്റൊരു പുസ്തകത്തിന്റെ പേരാണ് ബേർഡ്സ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ സലീം അലിയാണ്. അതുപോലെ ബേർഡ്സ് ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതും സലീം അലിയാണ്. ബേർഡ്സ് ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചവരാണ് സലീം അലിയാണ്. സ്കൂൾ ടെക്സ്റ്റിലെ ചോദ്യമാണ്. ബേർഡ്സ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ സലീം അലി. ബേർഡ്സ് ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതും സലീം അലി. ഇവിടെ സ്വാഭാവികമായിട്ടും നമുക്ക് തെറ്റാനുള്ള ഒരു സാധ്യത, അതായത് സ്കൂൾ ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ബേർഡ്സ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് സലീം അലിയാണ്. എന്നാൽ PSC സ്ഥിരമായിട്ട് ഈ മേഖലയിൽ നിന്ന് ചോദിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേര് കേരളത്തിലെ പക്ഷികൾ എന്നാണ്. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം സലീം അലി അല്ല. PSC പലപ്പോഴും കൊടുത്ത് കണ്ടേക്കുന്ന ഉത്തരം. അതിന്റെ ഉത്തരം ഇന്ദുചൂടനാണ്. ഇന്ദുചൂടനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. മലയാള സാഹിത്യത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്, ആ ഭാഗത്തും പഠിക്കുന്നതാണ്.
ഇന്ദുചൂടൻ എന്നുള്ളത് തൂലികാനാമമാണ്. ആരാണ് ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? അതാരാ? അത് കെ നീലകണ്ഠൻ. കെ നീലകണ്ഠൻ. അപ്പൊ കെ നീലകണ്ഠനാണ് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് ഇന്ദുചൂടൻ. എന്നാൽ ബേർഡ്സ് ഓഫ് കേരള എന്ന പുസ്തകം എഴുതിയത് സലിം അലി. ബേർഡ്സ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് സലിം അലി. അദ്ദേഹത്തിന്റെ ആത്മകഥയായി പരാമർശിക്കപ്പെടുന്ന പുസ്തകമാണ് ഒരു കുരുവിയുടെ പതനം. അതുപോലെ ഒരു ബുക്ക് ഓർത്തിരിക്കണം, ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ. ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ. ഈ പുസ്തകം രചിച്ചിരിക്കുന്നതും ഡോക്ടർ സലീം അലി തന്നെയാണ്. ഒരു തവണ കൂടി നമുക്ക് ആ പുസ്തകങ്ങളുടെ പേരിലാവുന്നത് നോക്കാം. ഒരു കുരുവിയുടെ പതനം എന്ന ബുക്ക് രചിച്ചത് ഡോക്ടർ സലീം അലി. അദ്ദേഹത്തിന്റെ ആത്മകഥയാണത്. ബേർഡ്സ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതും സലീം അലിയാണ്. ബേർഡ്സ് ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതും സലീം അലിയാണ്. ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ രചിച്ചതും ഡോക്ടർ സലീം അലി തന്നെയാണ്. ഇവിടെ ഒരു ബുക്കിന്റെ പേരിൽ മാത്രമേ നമുക്ക് ഒരു സംശയം വരേണ്ടതുള്ളൂ. അത് വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് കെ നീലകണ്ഠനാണ്. അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് ഇന്ദുചൂടൻ. ഇന്ദുചൂടൻ ഓർത്തിരിക്കുക. ഒരു ഫാക്ട് കൂടി ആകുമ്പോൾ നമുക്ക് തട്ടേക്കാട് കംപ്ലീറ്റ് ആവും. അതായത് ഈ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പക്ഷി ഏത് എന്ന് ചോദിക്കാം. ചെറിയ പരീക്ഷകളിലൊന്നും ആ ചോദ്യം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. വലിയ പരീക്ഷകൾക്കൊക്കെ വേണ്ടി പഠിക്കുന്നവർ, പ്രത്യേകിച്ച് മെയിൻ എക്സാമുകൾക്കൊക്കെ വേണ്ടി പഠിക്കുന്നവർ എന്ത് ചെയ്യുക, ആ ചോദ്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പക്ഷിയുടെ പേരാണ് മാക്കാച്ചിക്കാട. മാക്കാച്ചിക്കാട ഓർത്തിരിക്കുക. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പക്ഷിയുടെ പേരാണ് മാക്കാച്ചിക്കാട. അപ്പൊ എന്തൊക്കെയാ നമ്മൾ തട്ടേക്കാട് പക്ഷി സങ്കേതവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തത് നോക്കി. ജില്ല എറണാകുളമായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ്. വിസ്തീർണം 25 ചതുരശ്ര കിലോമീറ്റർ ആണ്. 1983 നിലവിൽ വന്നു. ഈ പ്രദേശം സംരക്ഷിക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുന്നത് ഡോക്ടർ സലീം അലിയാണ്. അതുകൊണ്ട് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. എന്നാൽ സലീം അലിയുടെ പേരിലുള്ള ഇന്ത്യയിലെ പക്ഷി സങ്കേതം ഗോവയിൽ സ്ഥിതി ചെയ്യുന്നു. സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂർ, തമിഴ്നാടാണ്. സലീം അലിയുടെ പേരിലുള്ള ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ്. സലീം അലിയുടെ പേരിലുള്ള തടാകം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. സലീം അലി ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം, അദ്ദേഹം ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പക്ഷി നിരീക്ഷകനാണ്. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നവംബർ 12. നവംബർ 12 ഇന്ത്യയിൽ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനോടെ കണക്ട് ചെയ്ത് വെക്കണം. നവംബർ 14 ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നു. സലീം അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. അദ്ദേഹത്തിന്റെ മറ്റു ബുക്കുകളാണ് ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള, ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ. എന്നാൽ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് കെ നീലകണ്ഠൻ. അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് ഇന്ദുചൂടൻ. ഫൈനലി തട്ടേക്കാടിൽ സംരക്ഷിക്കപ്പെടുന്ന പക്ഷി ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം മാക്കാച്ചിക്കാട. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൃത്യമായി നോട്ടൊക്കെ എഴുതി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. വീണ്ടും ഇതിന്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്തൊരു ക്ലാസ്സിൽ കാണാം.